ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യണം. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഈസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110 ആ ചാപ്റ്ററാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ചൊക്കെ എസ്എ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ഡിസ്കസ് ചെയ്തതാണ്. എങ്കിലും ഒന്നുകൂടി ഞാൻ പറയുകയാണ്, അതൊന്നുകൂടി ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു, പക്ഷേ അതിൻ്റെ ആൻസറിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളൊരു ടോപ്പിക്ക് പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് പ്രീ അക്വിസിഷൻ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. ഈ ബിസിനസ് കോമ്പിനേഷൻ, ബിസിനസ് അക്വിസിഷൻ നടക്കുന്ന സമയത്ത് നമ്മളെന്നാണോ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്തത്, നമ്മളെന്ന് പറയുന്നത് പാരൻറ്റ് കമ്പനിയാണ്. പാരൻറ്റ് കമ്പനി എന്നാണോ സബ്സിഡറി കമ്പനി പർച്ചേസ് ചെയ്തത്, ആ സബ്സിഡറി കമ്പനി പർച്ചേസ് ചെയ്ത ഡേറ്റിന് മുൻപുള്ള പ്രോഫിറ്റിനെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നും, പർച്ചേസിങ് നടന്നതിന് ശേഷമുള്ള പ്രോഫിറ്റിനെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നും പറയും. അത് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ പറയാതെ തന്നെ കുട്ടികൾക്ക് അറിയാം. പ്രീ അക്വിസിഷൻ എന്താണ്, അക്വിസിഷന് മുൻപ്. പോസ്റ്റ് അക്വിസിഷൻ എന്താണ്, അക്വിസിഷന് ശേഷം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അവിടെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിൽ പ്രോഫിറ്റ് വരുന്നു. നമ്മൾ വാങ്ങിയ കമ്പനിയെ അല്ലെങ്കിൽ വാങ്ങുന്ന കമ്പനിയെ നമുക്ക് സബ്സിഡറി കമ്പനി എന്ന് പറയാം. ഈ സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റ് നമ്മളെങ്ങനെ കാണുന്നു, വാങ്ങിയ ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റിനെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റായിട്ടും വാങ്ങിയ ഡേറ്റിന് ശേഷമുള്ള പ്രോഫിറ്റിനെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ വാങ്ങിയ ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റാണ്. അപ്പോൾ പാരൻറ്റ് കമ്പനിയായ നമ്മളെ സംബന്ധിച്ച് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് വാങ്ങുന്ന അന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡേറ്റിന് നമ്മൾ വാല്യൂ ചെയ്യുന്നു. പക്ഷേ വാങ്ങിയ ഡേറ്റിന് ശേഷമുള്ള പ്രോഫിറ്റിനെ നമുക്ക് എന്തായിട്ടേ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, നമ്മളെന്ന് പറയുന്നത് പാരൻറ്റ് കമ്പനിക്ക് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിക്ക് എന്തായിട്ടേ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, റവന്യൂ പ്രോഫിറ്റായിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് അതർ ഇക്വിറ്റി എന്നുള്ള രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ആരുടെ മാത്രം പോരാ, നമ്മുടെ പാരൻറ്റ് കമ്പനിയുടെ മാത്രമല്ല, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്? നമ്മൾ എത്ര ശതമാനം ഷെയർ വാങ്ങിയോ അതിന് ശേഷമുള്ള അല്ലെങ്കിൽ അതിന് ബാക്കിയുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ 80% ഷെയർസ് നമ്മൾ പർച്ചേസ് ചെയ്താൽ ബാലൻസ് ഉള്ള 20%-നെയാണ് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റുന്നത്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ 20% എവിടെയും നമുക്ക് ഡിവിഷൻ ചെയ്യേണ്ടി വരും, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലും ഡിവിഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കുട്ടികൾ കൃത്യമായിട്ടും എന്ത് മനസ്സിലാക്കണം, നേരത്തെ നമ്മൾ ആദ്യം പഠിച്ചു ഗുഡ് വില്ല്, ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ഗുഡ് വില്ല് ബാർഗെയിൻ പർച്ചേസ് പ്രൈസ്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ 2 മെത്തേഡ്സ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും, ഇത് എളുപ്പമാണ്. അതെങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് കൂടി പഠിച്ചാൽ കുറച്ച് ഈ ചാപ്റ്റർ മുഴുവനായി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇവിടെ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിലബസ് കുറച്ചുകൂടി കുറച്ചിരിക്കുകയാണ് ഇപ്രാവശ്യം. വലിയ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് ഇപ്രാവശ്യം പോകേണ്ടതില്ല. അതിനനുസരിച്ച് സിലബസ് കുറച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മുതൽ. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു വെച്ചിരുന്നു. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 253, 253 പേജ് നമ്പർ. അതിൽ എക്സാമ്പിൾ 23 ആണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ദ ഫോളോയിങ് ആർ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ആഡം ലിമിറ്റഡ് ആൻഡ് സ്മിത്ത് ലിമിറ്റഡ് ആസ് ഓൺ 31/3/2020. എന്നിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുകയാണ്. ബാലൻസ് ഷീറ്റ് ഒരു ചെറിയ ബാലൻസ് ഷീറ്റാണ്, അതിന് നോട്ട്സും ഉണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ആഡം ലിമിറ്റഡിന് ഇവിടെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ സ്മിത്ത് ലിമിറ്റഡ്, അതായത് സ്മിത്ത് ലിമിറ്റഡിൽ അല്ലെങ്കിൽ സ്മിത്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ
ആഡം സ്മിത്ത് എന്ന് പറയുന്ന കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര രൂപയുടെയാണ്? 1,62,400, 1,62,400. അപ്പോൾ അവിടെ വ്യക്തമാണ് എന്താണ് നമ്മൾ എന്ന് പറയുന്ന പാരൻറ്റ് കമ്പനി, അതായത് ആഡം ലിമിറ്റഡ് കൊടുത്തിട്ടുള്ള എമൗണ്ട്, പേ ചെയ്തിട്ടുള്ള എമൗണ്ട് 1,62,400 ആയിരിക്കും ഏറെക്കുറെ. ഞാനത് ഉറപ്പിച്ച് പറയില്ല, ആയിരിക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് സ്മിത്ത് ലിമിറ്റഡിൻ്റെ ക്യാപിറ്റലാണ്. സ്മിത്ത് ലിമിറ്റഡിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കിയേ, ഔട്ട് ഓഫ് റുപ്പീസ് എന്താണ് ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 10 ഈച്ചാണ് പറഞ്ഞിട്ടുള്ളത്. 2 ലക്ഷം ആണ് ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പോൾ 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില എന്നുണ്ടെങ്കിൽ 20,000 ആയിരിക്കും എന്ത് വരുന്നത്, ആ നമ്പർ ഓഫ് ഷെയർസ് വരുന്നത്. അപ്പോൾ 20,000 ഷെയറാണുള്ളത്. ഇനി നമുക്ക് നോട്ടും നോക്കാം. നോട്ടിൽ ജനറൽ റിസർവ് 2 കമ്പനികൾക്കും ഉണ്ട്. 1 ലക്ഷവും ഒരു കമ്പനിക്കും, മറ്റൊരു കമ്പനിക്ക് 60,000 രൂപ. സർപ്ലസ് ഉണ്ട്, 60,000 ഒരു കമ്പനിക്ക്, 19,000 മറ്റു കമ്പനിക്ക്. ഇനി അടുത്ത പോയിൻ്റ് ശ്രദ്ധിക്കുക കുട്ടികൾ, എക്സ്പ്ലനേഷൻ ഉണ്ട്. ആഡം ലിമിറ്റഡ് അക്വയേർഡ് 12,000 ഷെയർസ് അല്ലേ. അപ്പോൾ അവിടെ തന്നെ ശ്രദ്ധിക്കുക കുട്ടികൾ, എന്താണ് ഞാൻ പറഞ്ഞത്, എന്താ 2 ലക്ഷം രൂപയുടെ ഷെയർ ഉണ്ട്, അതിൽ 10 രൂപയുടെ ഷെയറെങ്കിൽ 20,000 നമ്പർ ഓഫ് ഷെയർസാണ് ഉണ്ടായിരിക്കുക. അതിൽ 12,000 മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 8,000 ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് അല്ലേ. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 12,000 ഷെയർസ് ഇൻ സ്മിത്ത് ലിമിറ്റഡ് ഓൺ 1 ഏപ്രിൽ 2019, 2019 ഏപ്രിൽ 1 തീയതിയാണ് വാങ്ങിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ₹4 1,62,400 അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ കറക്റ്റായി, 1,62,400 രൂപ പേ ചെയ്തിട്ടാണ് അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. വെൻ ജനറൽ റിസർവ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് സ്മിത്ത് ലിമിറ്റഡ് ഷോഡ് എ ബാലൻസ് ഓഫ് 40,000 ആൻഡ് ₹8,000 റെസ്പെക്റ്റീവ്ലി. അന്ന് വാങ്ങുമ്പോൾ ജനറൽ റിസർവ് എന്ന് പറയുന്നത് 40,000 രൂപയും പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 8,000 രൂപയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ കുട്ടികൾ, നമ്മുടെ ജനറൽ റിസർവ് എത്രയാണ് സ്മിത്ത് ലിമിറ്റഡിൻ്റെ ഒന്ന് നോക്കിയേ. ഇവിടെ 60,000 രൂപയാണ്. നമ്മൾ വാങ്ങുമ്പോൾ എത്രയുണ്ടായിരുന്നത്? 40,000 രൂപയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് 20,000 രൂപ. ശരിയല്ലേ? 40,000 രൂപ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, 1 ഏപ്രിൽ 2019 എന്ന് പറയുമ്പോൾ അതിന് ശേഷമുള്ള ഡേറ്റിലായിരിക്കും വന്നത്, അല്ലെങ്കിൽ അതിന് മുൻപാണോ വാങ്ങിയെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരാം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എന്തായാലും നമ്മൾ വാങ്ങിയ ഡേറ്റിൽ ഉള്ളത് 60,000 രൂപയാണ്. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റിൽ 31/3/2020 ശ്രദ്ധിക്കുക. അപ്പോൾ 31/3/2020 എന്ത് നിൽക്കുന്ന 60,000. അപ്പോൾ ഒരു കൊല്ലത്തിൽ വന്നിട്ടുള്ള വ്യത്യാസമാണ്. അപ്പോൾ ക്ലിയറായി കേട്ടോ. 1 ഏപ്രിൽ 2019 നമ്മൾ എന്ത് ചെയ്ത് ഈ കമ്പനി നമ്മൾ പർച്ചേസ് ചെയ്തത്. ദെൻ കമ്പനിയുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത് 31/3/2020 ഒരു വർഷത്തിന് ശേഷമാണ്. അപ്പോൾ വാങ്ങുമ്പോഴുള്ള പ്രോഫിറ്റ് ജനറൽ റിസർവ് എന്ന് പറയുന്നത് 40,000 രൂപയാണ്. അതിനുശേഷമുള്ള പോസ്റ്റ് അക്വസിഷൻ ആയിട്ട് ജനറൽ റിസർവിലേക്ക് 40,000 റുപ്പീസ് മാറ്റിയിരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സർപ്ലസ് ആണ്, പ്രോഫിറ്റാണ്. സർപ്ലസ് നമ്മൾ വാങ്ങുമ്പോൾ 8,000 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. 8,000 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? 11,000 ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കുട്ടികളോട്. ഞാൻ ഒന്നുകൂടി പറയാൻ അറിയാത്തവർക്ക് വേണ്ടി, കുട്ടികളെല്ലാവരും തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ള ഡേറ്റ് നോക്കുക. അത് 31/3/2020 അല്ലേ. ഇനി നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കുക. എന്താണ് ഇത്? അക്വയർ ചെയ്ത ഡേറ്റ് 1 ഏപ്രിൽ 2019 അപ്പോൾ 1 ഏപ്രിൽ 2019 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റും 31/3/2020 എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റാണ്. അപ്പോൾ ഒരു കൊല്ലമായി നമ്മൾ എന്ത് വാങ്ങിയിട്ട്? കമ്പനി വാങ്ങിയിട്ട് അല്ലേ. അപ്പോൾ വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ജനറൽ റിസർവ് 40,000 രൂപയാണ്. അപ്പോൾ ഇപ്പോൾ 60,000 രൂപ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റിൽ നിന്ന് 20,000 രൂപ എവിടേക്ക് മാറ്റിയിട്ടുണ്ട്? റിസർവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സർപ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് വാങ്ങുമ്പോൾ 8,000 രൂപയാണ്. ഇപ്പോൾ അത് 19,000 റുപ്പീസാണ്. അപ്പോൾ 11,000 റുപ്പീസ് അവിടെയും പ്രോഫിറ്റിലും അല്ലെങ്കിൽ സർപ്ലസ് എന്നുള്ള പേരിലും വന്നിട്ടുണ്ട് അല്ല. ഇത്രയാണുള്ളത്. ഇനി ഇതിൽ നമുക്ക് പറയേണ്ടത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്തരം ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ എന്താണ് നേരത്തെ നമ്മൾ പറയില്ല, എന്താണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ ഗെയിൻ ഓൺ പർച്ചേസ് പ്രൈസ്. ഗുഡ് വില്ലാണോ
ഗെയിൻ ഓൺ ബാർഗെയിൻ പ്രൈസ്, പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ ബാർഗെയിൻ പ്രൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയാം. എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ്. ഇതാദ്യം കാണണം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാണണം, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാണണം, കമ്പ്യൂട്ടേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണണം. ഇതൊക്കെ കാണണം അല്ലേ? പക്ഷേ ഇവിടെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വില്ല് കാണുന്നതിലും എന്ത് വേണം? പ്രീ അക്വിസിഷൻ്റെയും പോസ്റ്റ് അക്വിസിഷൻ്റെയും ഒക്കെ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും പ്രീ അക്വിസിഷൻ്റെ പ്രോഫിറ്റ് കാണേണ്ട കാരണം കൊണ്ട് തന്നെ ഈ പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്തിലേക്ക് പോകാം? ഗുഡ് വില്ലാണോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നോട്ട് കൊടുക്കാം, വർക്കിംഗ് നോട്ട് പ്രൊവൈഡ് ചെയ്യാം. എന്താണ്? പ്രീ അക്വിസിഷൻ അല്ലെങ്കിൽ വർക്കിംഗ് നോട്ടിൽ ഒന്നാമത്തെ പോയിൻ്റായിട്ട് കൊടുക്കുക കാൽക്കുലേഷൻ ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലേ? ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ റിസർവ് ആസ് ഓൺ 1/4/2019 1/4/2019, അതായത് ഓപ്പണിംഗ് ജനറൽ റിസർവ് ആണ് 40,000. അതവിടെ എഴുതി വയ്ക്കുക. തൊട്ട് താഴെ ആഡ് പ്രോഫിറ്റ്. എത്രയാണ്? പ്രോഫിറ്റ് എത്രയാണ്? 8,000. രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്രയായി? 48,000 ഉണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് എന്താണ് പ്രോഫിറ്റ്. ആ ഓപ്പണിംഗ് പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. അതായത് വാങ്ങുന്ന ഡേറ്റിലുള്ള പ്രോഫിറ്റാണ് ഇത് രണ്ടും. പ്രോഫിറ്റും ജനറൽ റിസർവാണ്. വാങ്ങുന്ന ഡേറ്റിന് ഉള്ള പ്രോഫിറ്റിന് നമുക്ക് എന്തായിട്ട് പറയാം? വാങ്ങുന്ന ഡേറ്റിന് മുൻപുള്ള എന്ന് പറയാം. ദാറ്റ് ഈസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയാം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ടോട്ടൽ 48,000 ആണ്. എങ്ങനെയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തത്? നമ്മുടെ ജനറൽ റിസർവും അതുപോലെ തന്നെ സർപ്ലസും കൂടി എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 40,000 പ്ലസ് 8,000 ദാറ്റ് ഈസ് 48,000. അതാണ് ടോട്ടൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ദെൻ എന്ത് ചെയ്യുന്നു? അത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക? നമ്മുടെ പാരൻറ്റ് കമ്പനിക്ക് അതിൽ എത്രയുണ്ട്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും തന്നിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 12,000 ഷെയർ വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 20,000 ആണ് ടോട്ടൽ എന്താണ് നമ്പർ ഓഫ് ഷെയർസ്. അതിൽ 12,000 നമ്മൾ വാങ്ങി, ബാക്കി എത്രയുണ്ട്? 8,000 ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി 60% ആണ്. 12,000 ആണല്ലോ അല്ലേ? 60% ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഷെയർ ഓഫ് ആഡം ലിമിറ്റഡ് ഓർ പാരൻറ്റ് കമ്പനി, ഷെയർ ഓഫ് ആഡം ലിമിറ്റഡ് ഓർ പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത് 60% ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതുന്നത് എന്താണ്? 48,000 ഇൻറ്റു 60/100, 48,000-ൻ്റെ 60%, ദാറ്റ് ഈസ് 28,800. തൊട്ട് താഴെ ഷെയർ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഷെയർ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയാണ്? 40%. 40% എന്ന് പറയുന്നത് 48,000-ൻ്റെ 40/100, 48,000 ഇൻറ്റു 40/100, ദാറ്റ് ഈസ് 19,200. അപ്പോൾ കമ്പനിയുടെ ആഡം ലിമിറ്റഡിൻ്റെ 28,800-ഉം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ ഷെയർ എത്രയാണ്? 19,200 ഇനി നമുക്ക് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കുക. രണ്ടാമത്തെ പോയിൻ്റ് വർക്കിംഗ് നോട്ടിൽ സെക്കൻഡ് പോയിൻ്റ് കൊടുക്കുക. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ആദ്യം എഴുതുക പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ 2019-20 അല്ലേ? നേരത്തെ നമ്മളൊരു മനക്കണക്ക് പോലെ പറഞ്ഞതാണ്, എങ്കിലും ഇവിടെ എഴുതുക എന്താണ്? പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ എന്ന് പറഞ്ഞ് നമുക്ക് ഇയർ ഒന്നും എഴുതണമെന്നില്ല, വേണമെങ്കിൽ എഴുതിക്കോ 2019-20 ഈ വർഷം. അതായത് കമ്പനി പർച്ചേസ് ചെയ്തതിന് ശേഷം മാർച്ച് 31 മാർച്ച് 2020 വരെയുള്ള ഡേറ്റിലുള്ള പ്രോഫിറ്റ് എത്രയാണ്? ഇപ്പോഴത്തെ പ്രോഫിറ്റ് 19,000 ആണ്. അപ്പോൾ 19,000 മൈനസ് ഓപ്പണിംഗ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 8,000 ആണ്. ദാറ്റ് ഈസ് 11,000. 11,000 വലത് ഭാഗത്തേക്ക് നീക്കി എഴുതുക 11,000. തൊട്ട് താഴെ ട്രാൻസ്ഫർ ഓഫ് റിസർവ്സ് ഡ്യൂറിങ് ദി ഇയർ. റിസർവിലേക്ക് മാറ്റിയിട്ടുള്ള എത്രയാണ്? 60,000 ആണ് ഇപ്പോഴുള്ളത് അല്ലേ? തുടക്കത്തിലുള്ള ഓപ്പണിങ്ങിലുള്ള എത്രയാണ്? 40,000 റുപ്പീസാണ്. അപ്പോൾ 60,000 മൈനസ് 40,000 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? വലത് വശത്തേക്ക് നേരത്തെ 11,000 എഴുതിയിട്ടുള്ളതിൻ്റെ താഴത്തേക്ക് എടുത്ത് എഴുതുക 20,000. അണ്ടർലൈൻ ചെയ്യുക. ടോട്ടൽ എഴുതുക. എത്രയാണ്? 31,000 ആണ് ടോട്ടൽ. 11,000 20,000 കൂടി ചേർത്ത് 31,000 രൂപയാണ് ടോട്ടൽ വരുന്നത്. ടോട്ടൽ അവിടെ എഴുതി വയ്ക്കുക. തൊട്ട് താഴെ എന്ത് ചെയ്യുക? ഷെയർ ഓഫ് ആഡം ലിമിറ്റഡ്. അതിൽ ആഡം ലിമിറ്റഡിൻ്റെ ഷെയർ എത്രയാണ്? 31,000 ഇൻറ്റു 60/100, 31,000 ഇൻറ്റു 60/100, ദാറ്റ് ഈസ് 18,600, 18,600. 18,600 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. തൊട്ട് താഴെ ഷെയർ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ ഷെയർ എത്രയാണ്? ദാറ്റ് ഈസ് 31,000 ഇൻറ്റു 40/100,
ദാറ്റ് ഈസ് എത്രയാണ് 12,400. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നേരത്തെ ക്വസ്റ്റ്യനിലും നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഇവിടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് അതിൻ്റെ ഒരു പ്രൊസീജിയർ തന്നിട്ടുള്ള കാരണം കൊണ്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ പോയിൻ്റ്, കമ്പ്യൂട്ടേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അല്ലേ, കമ്പ്യൂട്ടേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പം നമ്മൾ പോസ്റ്റ് അക്വിസിഷനും പ്രീ അക്വിസിഷനും പ്രോഫിറ്റ് കൊണ്ട് രണ്ടും കൂടി കൂട്ടുക. അത് രണ്ടും NCAക്ക് കിട്ടാനുള്ളതാണ്. പിന്നെ എന്താണ് 40% വാല്യൂ. അല്ലേ, അപ്പോൾ താഴെ എഴുതുക, കുട്ടികൾ മൂന്നാമത്തെ പോയിൻ്റ് കൊടുക്കുക, എന്നിട്ട് എഴുതുക കമ്പ്യൂട്ടേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് NCI എത്രയാണ്? പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് 40% ഷെയർസ്. 40% ഷെയർസ് എത്രയാണ്? ഇവർ വാങ്ങിയിട്ട് 12,000 ആണ്. അപ്പോൾ 8,000 × 10 അല്ലേ. ബ്രാക്കറ്റിൽ എഴുതുക കുട്ടികൾ 8,000 × 10 ദാറ്റ് ഈസ് 80,000 80,000. ആഡ് ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ഷെയർ എത്രയാണ്? മറിച്ച് നോക്കുക 19,200 അല്ലേ. ഇതിനെന്ത് ചെയ്യുക? ആഡ് ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ഷെയർ എത്രയാണ്? 12,400. മൂന്നും കൂടി ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ടോട്ടൽ വരിക 1,11,600. 1,11,600 മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. 1,11,600 മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഇനി നാലാമത്തെ പോയിൻ്റ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. പക്ഷേ ഇതൊക്കെ ഒന്നും അറിയാത്ത കാരണം കൊണ്ടാണ് നമ്മളത് അവസാനത്തേക്ക് വെച്ചത്. ഇനി ലാസ്റ്റ് പോയിൻ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ്. അല്ലേ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഗുഡ് വിൽ ഓർ ബാർഗെയിൻ പർച്ചേസ് പ്രൈസിൻ്റെ ഗെയിൻ ആണോ എന്നുള്ളത് കാണാനുള്ള ഇക്വേഷനാണ് ആദ്യം പഠിച്ചത്. അല്ലെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് അതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുട്ടികളോട് ഇത് അപ്പോൾ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും അവസാനത്തേക്ക് നിങ്ങൾ ലാസ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും ഇതിൽ എക്സ്പേർട്സ് ആയിട്ടുണ്ടാവും. അല്ലേ, അപ്പോൾ അത് വളരെ ഈസിയാണ്. നമുക്ക് നോക്കാം. നമ്മൾ കൊടുത്ത എമൗണ്ട് എത്രയാണെന്നുള്ളത് ആദ്യം എഴുതി വയ്ക്കുക. മനസ്സിലായല്ലോ. ഈ കൊടുത്ത എമൗണ്ടിനുള്ള മൂല്യമുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി രണ്ടാമതായിട്ട് നമുക്ക് കിട്ടിയ ഐറ്റംസ് അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെയർ എത്രയാണെങ്കിൽ അത് എഴുതാം. നമുക്ക് എന്താണ് കൊടുത്തതാണ്, നമ്മൾ പേ ചെയ്തതാണ് കൂടുതലെങ്കിൽ നമുക്ക് നഷ്ടമാണ്, അപ്പോൾ ഗുഡ് വില്ല് വരും. നമ്മൾ പേ ചെയ്തത് കുറവ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് കൂടുതലാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ റിസർവ് ആണ് അല്ലെങ്കിൽ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം തന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുക. താഴെ എഴുതുക കൺസിഡറേഷൻ പെയ്ഡ്. നമ്മൾ എത്രയാണ് കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ളത് നോക്കുക. കൺസിഡറേഷൻ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1,62,400 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള കൺസിഡറേഷൻ. അത് വലത് ഭാഗത്തേക്ക് മാറ്റി നീക്കി എഴുതി വയ്ക്കുക. ദാറ്റ് ഈസ് 1,62,400. 1,62,400. ദെൻ എന്ത് ചെയ്യുക? ലെസ് എന്ന് പറഞ്ഞ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് 60% ഷെയർസ്. പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് 60% ഷെയർസ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയിട്ടുള്ള 60% ഷെയർസാണ്. 60% ഷെയറിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ എഴുതുക. അത് ഇന്നർ കോളത്തിൽ എഴുതുക. കാരണം നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കൂടി കൂട്ടാനുണ്ട്. അതും ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ക്യാപിറ്റലൈസ് ചെയ്യാണ് ചെയ്യുക. അതായത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്യും, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് റവന്യൂ പ്രോഫിറ്റായിട്ട് കാണുകയാണ് ചെയ്യുക. അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എഴുതാൻ വേണ്ടിയിട്ടും അത് ആഡ് ചെയ്യാൻ വേണ്ടി ഇന്നർ കോളത്തിൽ എഴുതുക പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് 60% ഷെയർസ്. ഇനി അറിയാത്ത കുട്ടികളുണ്ടാവും. പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് 60% ഷെയർസ് എന്ന് പറഞ്ഞാൽ 60% ഷെയർസ് എത്രയാണ്? 12,000 ഷെയർസാണ് അല്ലേ. 12,000 ഷെയറിന് ഒരു ഷെയറിൻ്റെ വില എത്രയാണ്? 10 രൂപയാണ്. അപ്പോൾ 12,000 ഷെയറിന് 10 രൂപ വെച്ച് 1,20,000 ആണ്. അത് ഇന്നർ കോളത്തിൽ എഴുതുക 1,20,000. ഇതിനെന്ത് ചെയ്യുക? ആഡ് ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ഷെയർ എത്രയാണ്? നേരത്തെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് 60% കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് പോയിന്റിൽ എത്രയാണ്? 28,800. അത് ക്യാപിറ്റലൈസ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 28,800. രണ്ടും കൂടി അണ്ടർലൈൻ ചെയ്യുക, കൂട്ടിയിട്ട് ഔട്ടർ കോളത്തിലേക്ക് ഇടുക. അതായത് 1,62,400 താഴേക്ക് ഇടുക. അപ്പോൾ അങ്ങനെ താഴേക്ക് വെച്ചപ്പോൾ അത് എത്രയായി? 1,48,800 വന്നു. 1,48,800. അത് മുകളിൽ നിന്ന് കുറയ്ക്കാം. എന്താ കാരണം? കുറയ്ക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോസിറ്റീവ് ഫിഗർ വരികയാണെങ്കിൽ ഗുഡ് വില്ലാണ്,
നെഗറ്റീവ് ഫിഗർ വരികയാണെങ്കിൽ എന്താണ്? ഗെയിനാണ് കേട്ടോ. ഇവിടെ നോക്കുക, നിങ്ങൾ 1,62,400 നിന്ന് കുറയ്ക്കുമ്പോൾ പോസിറ്റീവ് ഫിഗറാണ് വരുന്നത്. ദാറ്റ് ഈസ് ഗുഡ് വിൽ. ഗുഡ് വിൽ എത്രയാണ്? 13,600 നമ്മുടെ ഗുഡ് വിൽ എമൗണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഈ 4 പോയിൻറ്റും കുട്ടികൾ നന്നായിട്ട് പഠിക്കേണ്ട പോയിൻറ്റുകളാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ധാരണ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ കുട്ടികൾ ഉണ്ടാക്കി വെക്കണം. അടുത്തത്, ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ അത് ഹെഡിങ് എഴുതി വയ്ക്കുക. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 മാർച്ച് 2020 എന്നുള്ള ഒരു ഹെഡിങ് കൊടുക്കുക. സാധാരണ നമുക്കൊരു വർഷത്തെ ഡീറ്റെയിൽസ് തന്നിട്ടുള്ള കാരണം കൊണ്ട് ഒരു വർഷത്തെ ഒരു കോളം വരച്ചാൽ മതി. ഒരു കോളം എമൗണ്ട് കോളമായിട്ട് വരയ്ക്കുക. പിന്നെ നോട്ട് നമ്പർ എഴുതാനുള്ള കോളം, പർട്ടിക്കുലേഴ്സ് എഴുതാനുള്ള കോളം. എന്നിട്ട് ആദ്യം തന്നെ അസറ്റ്സ്, നമുക്കിത് എഴുതാനുള്ളൊരു ബുദ്ധിമുട്ട് പല കുട്ടികൾക്കും ചിലപ്പോൾ ഇത് എന്താ പറയുക, ഫോമൊക്കെ പഠിച്ചിട്ടും കിട്ടാത്ത, അല്ലെങ്കിൽ എന്താണ് പഠിക്കാത്തവരുണ്ടാവാം, പഠിച്ചിട്ട് ഓർമ്മയില്ലാത്തവരുണ്ടാവും, അങ്ങനെ പല കാറ്റഗറി കുട്ടികളുണ്ടാവും. എന്തായാലും അവർക്ക് വേണ്ടിയിട്ടൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ എന്ത് നോക്കുക, ബാലൻസ് ഷീറ്റ് നോക്കുക, അതന്നെ പകർത്തി വയ്ക്കുക. ആദ്യം അസറ്റ്സ് എഴുതുക. അസറ്റ്സിലെ നോൺ കറണ്ട് അസറ്റ്സിലെ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് എഴുതാം. പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ്. അപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് 2 കമ്പനിക്കും ഉണ്ട്. പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് 2 കമ്പനിക്കും ഉള്ള കാരണം കൊണ്ട് തന്നെ അതിന് നോട്ട് കൊടുക്കുക. നോട്ടിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നുള്ള ഹെഡ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2 കമ്പനിയുടെയും പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എടുത്ത് എഴുതുക, ആഡ് ചെയ്യുക. അതെങ്ങനെ ആഡ് ചെയ്യണം? ആദ്യം ആഡം ലിമിറ്റഡിൻ്റെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എത്രയാണെങ്കിൽ അതവിടെ എഴുതി വയ്ക്കുക, 3 lakh ആണ്. സ്മിത്ത് ലിമിറ്റഡിൻ്റെ താഴെ എഴുതുക, അത് 1,40,000 ആണ്. 2 കൂടി കൂട്ടി 4,40,000. അപ്പോൾ എന്ത് ചെയ്യുക, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ നേരെ നോട്ട് നമ്പറിൽ 1 എന്ന് കൊടുക്കുക, ടോട്ടലിൽ 4,40,000 കൊടുക്കുക. രണ്ടാമത്തെ ഐറ്റം ഇവിടെ നമ്മുടെ ബുക്കിൽ എന്താണ്, പ്രോബ്ലത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്മിത്ത് ലിമിറ്റഡ് ആണ്. അതിവിടെ പാടില്ല, അത് എലിമിനേറ്റ് ചെയ്ത് കളയണം. എന്താ കാരണം, ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റിൽ ഒരിക്കലും അത് വരാൻ പാടില്ല. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ഒരിക്കലും അത് വരാൻ പാടില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്മിത്ത് ലിമിറ്റഡ് എന്നുള്ളത് എലിമിനേറ്റ് ചെയ്ത് കളയുക. പകരം ഒരു ഐറ്റം വിട്ടുപോകും, അത് എഴുതുക എന്താണ്, ഗുഡ് വിൽ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ ഗുഡ് വില്ലിൽ നിന്നുള്ള എമൗണ്ട് എഴുതുക. അതെത്രയാണ്? ഗുഡ് വിൽ എന്നുള്ള എമൗണ്ട് 13,600 ആണ്. എത്രയാണ്? 13,600. 13,600 അത് എഴുതി വയ്ക്കുക, 13,600. പിന്നീട് ബേസ് ബാലൻസ് ഷീറ്റിൽ നോക്കുക, എത്രയാണ്? ബേസ് ബാലൻസ് ഷീറ്റിൽ പിന്നീടുള്ളത് കറണ്ട് അസറ്റ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് എടുത്ത് എഴുതുക. ഇൻവെൻറ്ററി എടുത്ത് എഴുതുക. ഇൻവെൻറ്ററി എന്ന് പറയുന്നത് 3,17,600 ആണ്. 3,17,600 എന്ന് പറയുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? ആഡം ലിമിറ്റഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ മാത്രമേ എഴുതാം. തൊട്ട് താഴെ ട്രേഡ് റിസീവബിൾസ് ആണ്. ട്രേഡ് റിസീവബിൾസും എവിടെ മാത്രമേ ഉള്ളൂ? സ്മിത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയും വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, അത് എടുത്ത് എഴുതുക. വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അണ്ടർലൈൻ ചെയ്യുക, അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 9,91,200 വരും. ടോട്ടൽ വരുന്ന സമയത്ത് 9,91,200 വരും. ഡബിൾ ലൈൻ ചെയ്യാം. തൊട്ട് താഴെ വീണ്ടും അടുത്ത ഹെഡ് എഴുതുക, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അപ്പോഴും കുട്ടികൾ ഒന്നുകൂടി നോക്കുക, അതിലേക്ക് നോക്കുക, നമ്മുടെ പഴയ ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുക. അവിടെയും ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡാണ്. തൊട്ട് താഴെ ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് ₹10 ഈച്ച്, അത് അതുപോലെ തന്നെ എഴുതുക. ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് ₹10 ഈച്ച് എന്നുള്ള അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് എമൗണ്ട് കോളത്തിൽ 5 lakh കൊടുക്കുക. 5 lakh ആണ് എമൗണ്ട്. ആ എമൗണ്ട് അങ്ങനെ തന്നെ എഴുതുക, 5 lakh തന്നെ എഴുതുക. അതിൽ വ്യത്യാസമില്ല. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാവും. സ്മിത്ത് ലിമിറ്റഡിൻ്റെ കോളത്തിൽ ഒരു 2 lakh rupees ഉണ്ട്. ആ 2 lakh rupees ഇവിടെ എഴുതാൻ പാടില്ല. കാരണം എന്താ, അത് നമ്മൾ ഇത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ആ കമ്പനിയുടെ ബാലൻസ് അല്ലെങ്കിൽ എന്താണ്, ആ കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ക്യാപിറ്റൽ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakh മാത്രം കൊടുക്കുക. അതർ ഇക്വിറ്റി എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായി അതർ ഇക്വിറ്റി എന്ന് പറയുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതർ ഇക്വിറ്റിക്ക് വേണ്ടി നമുക്ക് അവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് അടുത്ത നോട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. നോട്ട് നമ്പർ 2, ദാറ്റ് ഈസ് അതർ ഇക്വിറ്റിയിൽ എന്ത് കൊടുക്കുക, ജനറൽ റിസർവ് ഓഫ് ആഡം ലിമിറ്റഡ് 1 lakh, പ്രോഫിറ്റ് ഓഫ്
ജനറൽ റിസർവ് തന്നെയാണ്, പ്രോഫിറ്റ് അല്ല. ജനറൽ റിസർവ് ഓഫ് ആഡം ലിമിറ്റഡ് എത്രയാണ്? 60,000. ഇവിടെ 60,000 എന്ന് പറയുന്ന 1000. അപ്പോൾ 1 lakh റിസർവും പ്രോഫിറ്റ് ആഡം ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് 60,000. അത് നേരത്തെ ഉള്ള അതേപോലെ തന്നെ എടുത്ത് എഴുതുക, അതിൽ മാറ്റമൊന്നുമില്ല. തൊട്ട് താഴെ പ്രോഫിറ്റ് ഓഫ് ആഡം ലിമിറ്റഡ്. പ്രോഫിറ്റ് ഓഫ് ആഡം ലിമിറ്റഡ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്മിത്ത് ലിമിറ്റഡിൻ്റെ ഉണ്ടല്ലോ, സ്മിത്ത് ലിമിറ്റഡിൻ്റെ പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ് ഉണ്ട് അല്ലേ? ആ പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റാണ് നമ്മളിവിടെ എന്തായിട്ട് എഴുതുന്നത്? അത് ആണ് നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് എഴുതുന്ന പ്രോഫിറ്റ് എന്നുള്ള പേരിൽ എഴുതുന്നത്. ആഡം ലിമിറ്റഡിൻ്റെ രണ്ടാമത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. സെപ്പറേറ്റ് ആയിട്ട് എഴുതാനുള്ള കാരണം അത് പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ കാരണം. 18,600 കേട്ടോ. ഇത് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുമ്പോൾ അതർ ഇക്വിറ്റി ടോട്ടൽ ചെയ്യുമ്പോൾ 1,78,600 കിട്ടും. അത് നേരിട്ട് നമ്മൾ എവിടേക്ക് എഴുതുക? അതർ ഇക്വിറ്റി നോട്ട് നമ്പർ 2. അതർ ഇക്വിറ്റി നോട്ട് നമ്പർ 2 എമൗണ്ടിൽ 1,78,600, 1,78,600 അതാണ് അതർ ഇക്വിറ്റിയിൽ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അത് അതർ ഇക്വിറ്റി കഴിഞ്ഞാൽ അടുത്തായിട്ട് നോക്കുക. അതിൽ കാണില്ല, അതിലില്ലാത്തൊരു ഐറ്റം എഴുതാണ്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അതർ ഇക്വിറ്റി എഴുതി കഴിഞ്ഞാൽ അടുത്ത് തന്നെ എഴുതുന്നുണ്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എഴുതുക. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എഴുതാൻ എളുപ്പവഴിയുണ്ട്. നമുക്ക് വർക്കിംഗ് നോട്ട് വേണ്ട, നോട്ട് വേണ്ട, നമ്മൾ നേരത്തെ വർക്കിംഗ് നോട്ട് കണ്ടുവച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താണ്? 1,11,600 ആണ്, 1,11,600. അത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന് നേരെ എഴുതുക, 1,11,600 എഴുതുക. തൊട്ട് താഴെ കറണ്ട് ലയബിലിറ്റീസ് നേരത്തെ നമ്മൾ എവിടെ നോക്കുക? പഴയ ബാലൻസ് ഷീറ്റ് നോക്കുക. 2 കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലും എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? മൂന്നാമത്തെ നോട്ട്സ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഹെഡിങ് കൊടുക്കുക ട്രേഡ് പേയബിൾസ്. ഒരൈറ്റാണ് അതിലുള്ളത് കറണ്ട് ലയബിലിറ്റീസിലെ ട്രേഡ് പേയബിൾസ്. ആദ്യം ആദം ലിമിറ്റഡ് എഴുതുക 1,20,000. തൊട്ട് താഴെ സ്മിത്ത് ലിമിറ്റഡ് എഴുതുക 81,000. രണ്ടും കൂടി കൂട്ടുമ്പോൾ 2,01,000 കിട്ടും. ആ 2,01,000 എടുത്ത് നമ്മൾ എവിടേക്ക് കൊടുക്കുക? ട്രേഡ് പേയബിൾസിൻ്റെ നേരെ നോട്ട് നമ്പർ 3 കൊടുത്തതിന് ശേഷം എമൗണ്ട് കോളത്തിൽ 2,01,000 കൊടുക്കുക. എന്നിട്ട് ടോട്ടൽ ചെയ്യുക. ഏതാണ് ടോട്ടൽ ചെയ്യാനുള്ളത്? ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള സെക്ഷൻ ഫുള്ളായിട്ട് ടോട്ടൽ ചെയ്താൽ ടോട്ടൽ അസറ്റ്സിൻ്റെ അതേ എമൗണ്ട് കിട്ടും. ഇവിടെയും സെയിം എമൗണ്ട് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 9,91,200, 9,91,200. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോബ്ലം ഒന്ന് നന്നായിട്ട് പഠിക്കണം. പ്രത്യേകിച്ചും ഇതിലെ എല്ലാ ഐറ്റംസും ഒന്നിച്ച് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി അടുത്തത് നമുക്ക് എടുക്കാനുള്ളത് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എക്സാമ്പിൾ 24 ആണ്. ആ എക്സാമ്പിൾ 24 ഏറെക്കുറെ അല്ലെങ്കിൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, വലിയ മാറ്റങ്ങളില്ല. അപ്പോൾ അത് ഞാൻ വായിക്കാൻ കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ്സ് ഓഫ് ശ്രീ ലിമിറ്റഡ് ആൻഡ് ഇറ്റ്സ് സബ്സിഡറി ജിത്ത് ലിമിറ്റഡ്. ശ്രീയും ജിത്തുമാണ്. പ്രിപ്പയർ എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 March 2020. നമുക്ക് ഉണ്ടാക്കേണ്ട ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് മാർച്ച് 20 ബാലൻസ് ഷീറ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. ബാലൻസ് ഷീറ്റ് വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കണം. അതായത് പാരൻറ്റ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നോക്കണം, ശ്രദ്ധിക്കണം. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏത് കമ്പനിയാണോ സബ്സിഡറി ഏതാണോ പർച്ചേസ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ നോക്കണം. ആ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ നോട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യം തന്നെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ഒക്കെ ഉണ്ട്, അത് നമുക്കറിയാം, അതിൽ വലിയ പ്രാധാന്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുക. ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്രയാണ്? 2.5 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതെവിടെയാണുള്ളത്? വെറും ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നോട്ടുമില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റലിലേക്ക് പോവുക. ഇക്വിറ്റി ക്യാപിറ്റലിൽ നോട്ടുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റലിൽ ശ്രദ്ധിക്കുക കുട്ടികൾ, നമ്മുടെ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 12 lakh ആണ്. ജിത്തിൻ്റെ, നമ്മുടെ എന്ന് പറയുന്നത് പാരൻറ്റ് കമ്പനി കേട്ടോ, ജിത്തിൻ്റെ 3 lakh ആണ്. ഇനി അതിൻ്റെ നോട്ടിലേക്ക് പോവാം. നോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഇക്വിറ്റി ക്യാപിറ്റൽ 10 രൂപയാണ് വില. നമ്മുടെ ക്യാപിറ്റൽ 12 ലക്ഷം, അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ജിത്തിൻ്റെ ക്യാപിറ്റൽ 3 lakh ആണ്. അപ്പോൾ രണ്ടും എന്താണ്? 12 ലക്ഷം 3 lakh 10 രൂപയാണ് ഒരു ക്യാപിറ്റലിൻ്റെ വില, ഒരു ഷെയറിൻ്റെ വില എന്നുണ്ടെങ്കിൽ
എത്ര ഷെയർ ഉണ്ടാവും? 30,000 ഷെയർസാണ് ഉണ്ടായിരിക്കുക അല്ലേ? 30,000 ഷെയർസാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് അതിൻ്റെ അതർ ഇക്വിറ്റി ഉണ്ട്. അതർ ഇക്വിറ്റിയിൽ ശ്രദ്ധിക്കുക, ജനറൽ റിസർവ് ആർക്ക് മാത്രമേ ഉള്ളൂ? നമ്മുടെ ശ്രീ ലിമിറ്റഡിനും പാരൻറ്റ് കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ജനറൽ റിസർവ് ഓൺ 1/4/2019 എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. അത് ജിത്ത് ലിമിറ്റഡിനുണ്ട്. അപ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റിനായിരിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കണം കേട്ടോ. പിന്നെ പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് 2 കമ്പനികൾക്കുണ്ട്. ഇനിയാണ് നോക്കേണ്ടത്. അടുത്ത പാരഗ്രാഫ് വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ഞാൻ പേജ് നമ്പർ ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പോൾ 255ഉം 256 ഇപ്പോൾ 56 വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ശ്രീ ലിമിറ്റഡ് റെപ്രസെൻറ്റ് പർച്ചേസ് ഓഫ് 20,000 ഇക്വിറ്റി ഷെയർസ് ഇൻ ജിത്ത് ലിമിറ്റഡ് at ₹250,000 ഓൺ 1st April 2019 ആണ്. മനസ്സിലായല്ലോ? ഓൺ ദാറ്റ് ഡേറ്റ് ജിത്ത് ലിമിറ്റഡ് ഹാഡ് എ പ്രോഫിറ്റ് ഓഫ് 60,000. അല്ല, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ജിത്ത് ലിമിറ്റഡിന് 60,000 രൂപയാണ് പ്രോഫിറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കുക. ഇവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ട്. എന്താ കാരണം? ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 30,000 ആണ്. 30,000 ഷെയർസാണ് മൊത്തമുള്ളത്. അതിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള എത്രയാണ്? 20,000 ഷെയർസാണ് അല്ലേ? അപ്പോൾ 10,000 ഷെയർസിൻ്റെ എന്താണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അവിടെ ഉണ്ട്. 10,000 ഷെയർസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ പർച്ചേസ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 1/4/2019 ആണ്. 1/4/2019 60,000 രൂപ ജനറൽ റിസർവ് ഉണ്ട്. ആർക്ക്? ജിത്ത് ലിമിറ്റഡിന് കേട്ടോ. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഓൺ ദാറ്റ് ഡേറ്റ് ഹാഡ് എ പ്രോഫിറ്റ് ഓഫ് ₹60,000 എന്നാണ്. ആ സമയത്ത് പ്രോഫിറ്റ് എത്രയുണ്ട്? 60,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് നോക്കിയേ 90,000 ആണ് അല്ലേ? അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? 60,000. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? 30,000. ക്ലിയർ അല്ലേ? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെയാണ് മനസ്സിലായത്? നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ വാങ്ങുമ്പോൾ 60,000 റുപ്പീസാണ് പ്രോഫിറ്റ് ഉള്ളത്. ഇപ്പോഴത്തെ പ്രോഫിറ്റ് എത്രയാണ്? 90,000 റുപ്പീസാണ്. അപ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? 90,000-ൽ നിന്ന് 60,000 കുറച്ചാൽ കിട്ടുന്ന 30,000 ആണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കേട്ടോ. അപ്പോൾ അത് കുട്ടികൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം കാണേണ്ടത് വർക്കിംഗ് നോട്ട് പ്രൊവൈഡ് ചെയ്യുക. ഒന്നാമത്തെ പോയിൻ്റ് കാൽക്കുലേഷൻ ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ജിത്ത് ലിമിറ്റഡ് അല്ലേ? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ജിത്ത് എത്രയാണെന്ന് നോക്കാം. ജനറൽ റിസർവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എത്രയാണ്? 60,000 രൂപ, 60,000. അത് നേരിട്ട് എഴുതാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോട്ടിൽ തന്നിട്ടുണ്ട് ജനറൽ റിസർവ് ഓൺ 1/4/2019 എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 60,000 അവിടെ എഴുതാം. തൊട്ട് താഴെ പ്രോഫിറ്റ് ഓൺ 1/4/2019 അത് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. 60,000 ആണ്. അത് എഴുതുക. ടോട്ടൽ ചെയ്യുക. കഴിഞ്ഞു. 1,20,000 ആണ് നമ്മുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലേ? അതായത് നമ്മൾ അക്വയർ ചെയ്യുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് 1,20,000 രൂപയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഷെയർ നോക്കണം. ഷെയർ എങ്ങനെയാണ് നോക്കുക? മൈനോറിറ്റി ഇൻട്രസ്റ്റ് 10,000 ആണ്. 30,000-ൽ 10,000 ആണ്. അപ്പോൾ ടെക്സ്റ്റിൽ പറയുമ്പോൾ 1/3 ആണ്. 30,000-ൽ 20,000 ആണ്. 2/3 ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഷെയർ ഓഫ് ശ്രീ ലിമിറ്റഡ് ദാറ്റ് ഈസ് 1,20,000 ഇൻറ്റു 2/3 അല്ലേ? എങ്ങനെയാണ് കിട്ടിയത്? ടോട്ടൽ 1,20,000 ആണ്. അതിൻ്റെ 2/3 ഭാഗം. ഞാനൊന്നുകൂടി പറയാം. ഷെയർ ഓഫ് ശ്രീ ലിമിറ്റഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1,20,000 ഇൻറ്റു 2/3 ദാറ്റ് ഈസ് 80,000 80,000. തൊട്ട് താഴെ ഷെയർ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മൈനോറിറ്റി ഇൻട്രസ്റ്റിൻ്റെ ഷെയർ എത്രയാണ്? 1,20,000 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് 40,000 40,000 കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഡിവിഷൻ. 1/3 2/3 അത് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും. ഇനി നമുക്ക് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാണാം അല്ലേ? അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് കൊടുക്കുക. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ജിത്ത് ലിമിറ്റഡ്. പ്രോഫിറ്റ് ഓഫ് ജിത്ത് ലിമിറ്റഡ് ഡ്യൂറിങ് ദി ഇയർ. ജനറൽ റിസർവ് ഇല്ല, പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം എഴുതിയാൽ മതി. എന്താ ജനറൽ റിസർവ് ഇല്ല എന്ന് പറയാൻ കാരണം? ജനറൽ റിസർവ് ഓൺ 1/4/2019 60,000 എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അതിന് ശേഷമുള്ള റിസർവ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ റിസർവ് ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് നമ്മൾ ജിത്ത് ലിമിറ്റഡ് ശ്രീ ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മൾ അല്ലെങ്കിൽ പാരൻ്റ് കമ്പനി ആയിട്ടുള്ള ശ്രീ ലിമിറ്റഡ് ജിത്ത് ലിമിറ്റഡ് വാങ്ങുന്ന സമയത്ത് 60,000 രൂപയാണ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്രയാണ് പ്രോഫിറ്റ്? 90,000 ആണ്. അപ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയായിരിക്കും? 30,000 രൂപയായിരിക്കും അല്ലേ? അപ്പോൾ താഴെ എഴുതുക പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ
എത്രയാണ് 90,000 മൈനസ് 60,000 ഈസിക്കൽ ടു 30,000 ലാസ്റ്റ് കോളത്തിലേക്ക് എഴുതാം. ഒരു ഐറ്റം തന്നെയുള്ളൂ, ഡബിൾ ലൈൻ ചെയ്യുക. താഴെ എഴുതുക ഷെയർ ഓഫ് ശ്രീ ലിമിറ്റഡ് 30,000 ഇൻറ്റു 2/3 ദാറ്റ് ഈസ് 20,000. 30,000 ഇൻറ്റു 2/3 20,000 രൂപ. ഷെയർ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 30,000 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് 10,000. അപ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എത്രയാണ്? അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം എന്താണ്. നമ്മൾ വാങ്ങിയിട്ടുള്ളത് 30,000 ഷെയറാണ് ആകെയുള്ളത്. അതിൽ നമ്മൾ വാങ്ങിയിട്ടുള്ളത് 20,000 ഷെയറാണ്. നമ്മൾ വാങ്ങിയിട്ടുള്ളത് 20,000 ഷെയറാണ്. അപ്പോൾ 30,000 ഷെയറാണ് ആകെയുള്ളത്. നമ്മൾ വാങ്ങിയിട്ടുള്ള 20,000 ഷെയറാണ്. ബാക്കിയുള്ള 10,000 ആണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലേ? അപ്പോൾ 10,000-ന് ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ് നമുക്കറിയാം. അപ്പോൾ 10,000 ഇൻറ്റു 10 അല്ലേ? അപ്പോൾ താഴെ എഴുതുക പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് 10,000 ഷെയർസ് ബ്രാക്കറ്റിൽ എഴുതുക 10,000 ഇൻറ്റു 10 ₹10 ഈസിക്കൽ ടു ലാസ്റ്റ് കോളത്തിലേക്ക് കൊടുക്കുക 1 lakh. 1,00,000 രൂപയാണ് പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അവിടെ എഴുതുക 1 lakh എഴുതുക. ആഡ് ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ഷെയർ എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ട് എത്രയാണ്? 40,000. ആഡ് ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ഷെയർ എത്രയാണ്? 10,000 രൂപ. ടോട്ടൽ വരുമ്പോൾ 1 lakh പ്ലസ് 40,000 പ്ലസ് 10,000 ഈസിക്കൽ ടു 1,50,000. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1,50,000 രൂപയാണ്. ഇനി നാലാമത്തെ പോയിൻറ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ്. ആദ്യം തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡറേഷൻ പെയ്ഡ് അത് ആദ്യം എഴുതി വയ്ക്കുക. എന്നിട്ട് എത്ര രൂപയാണ് കൊടുത്തതെന്ന് നോക്കുക. എത്ര രൂപയാണ് കൊടുത്തതെന്നുള്ളത് 2 സ്ഥലത്തുണ്ടാവും. ഒന്നിലെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് തന്നെയാണ് നമ്മുടെ എവിടെ ഉണ്ടായിരിക്കുക? നമ്മുടെ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ടാവും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 2,50,000 ആണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിലും എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ വാങ്ങിയത് 2,50,000 രൂപ കൊടുത്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എഴുതുക കൺസിഡറേഷൻ പെയ്ഡ് എത്രയാണ്? 2,50,000 ലെസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് 20,000 ഷെയർസ്. 20,000 ഷെയറിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ എത്രയാണ്? 20,000 ഇൻറ്റു 10 2 lakh ഇന്നർ കോളത്തിൽ എഴുതാം അല്ലേ? ലെസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് 20,000 ഷെയർസ് ദാറ്റ് ഈസ് 20,000 ഇൻറ്റു ₹10 2 lakh ഇന്നർ കോളത്തിൽ എഴുതാം. തൊട്ട് താഴെ ഷെയർസ് ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഷെയർസ് ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 80,000. നമ്മുടെ കമ്പനിയുടെ ശ്രീ ലിമിറ്റഡിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 2/3 ആണ്. 2/3 എന്ന് പറയുന്നത് 80,000 ആണ്. 80,000 എഴുതുക. 2 lakh പ്ലസ് 80,000 ഈസിക്കൽ ടു അടുത്ത കോളത്തിലേക്ക് എഴുതുക 2,80,000. അപ്പോൾ 2,50,000 നിന്ന് 2,80,000 കുറയ്ക്കുമ്പോൾ മൈനസാണ് കിട്ടുക. മൈനസ് ഫിഗർ അവിടെ എഴുതുമൊന്നും വേണ്ട. -30,000 ആണ് വരിക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ഫിഗർ വരികയാണെങ്കിൽ അതിന് എന്ത് പേര് കൊടുക്കുക? ദാറ്റ് ഈസ് ക്യാപിറ്റൽ റിസർവ് ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ്. അപ്പോൾ ഇവിടെ ഗെയിനാണ്. എങ്ങനെ മനസ്സിലായ ഗെയിനാണെന്ന്? 2,50,000 രൂപയാണ് നമ്മൾ ആകെ കൊടുത്തിട്ടുള്ളൂ. അതിനുവേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ള മൂല്യം എത്രയാണ്? 2,80,000 രൂപ മൂല്യമുള്ള എന്താണ് ഐറ്റമാണ് നമുക്ക്, അല്ലെങ്കിൽ എന്താണ് അത്രയും മൂല്യമുള്ള കമ്പനിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ അത് 30,000 രൂപ നമുക്ക് പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള പോലെ എന്താണ് ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് എന്ന് പറയും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് ആണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഗുഡ് വില്ലാണ്. ഇത് രണ്ടും ബാലൻസ് ഷീറ്റിൽ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളത് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. എല്ലാവരും തന്നെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 March 2020 എന്നുള്ള പേരിൽ ബാലൻസ് ഷീറ്റ് വരച്ച് വയ്ക്കുക. ചെറിയ ബാലൻസ് ഷീറ്റ് മതി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ശരിയായിട്ടുള്ള എന്താണ് അതിൻ്റെ ഫോം അറിയാത്ത കുട്ടികൾക്ക് വരയ്ക്കാനുള്ള ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് നോക്കുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റ് നോക്കുക, അത് വെച്ച് വരയ്ക്കുക. അതുപോലെ തന്നെ അസറ്റ്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. തൊട്ട് താഴെ നോൺ കറണ്ട് അസറ്റ്സ്, അതിന് താഴെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. 2 ഐറ്റത്തിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ നോട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് നോട്ട് നമ്പർ 1 എന്ന് കൊടുക്കുക. 2 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 lakhs കിട്ടും. 16 ലക്ഷം. അതവിടെ എഴുതി വയ്ക്കുക.
തൊട്ട് താഴെ നമുക്കറിയാം എന്താണ് നോൺ കറണ്ട് അസറ്റിൽ ഗുഡ് വിൽ ഉണ്ടെങ്കിൽ അവിടെ എഴുതേണ്ടതാണ്. ഇവിടെ ഗുഡ് വില്ലല്ല, ക്യാപിറ്റൽ റിസർവ് ആണ്. അപ്പോൾ അത് ക്യാപിറ്റൽ റിസർവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ അത് എവിടേക്ക് പോകും, അല്ലെങ്കിൽ എന്താണ് ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് വരുമ്പോൾ അത് വേറെ സൈഡിലേക്ക് പോകും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ കറണ്ട് അസറ്റ്സ് എഴുതുക. അസറ്റ്സ് കഴിഞ്ഞാൽ നോൺ കറണ്ട് അസറ്റ്സ് കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സ് എഴുതുക. ഇൻവെൻറ്ററീസും ട്രേഡ് റിസീവേഴ്സൊക്കെ 2 ഐറ്റംസും ഉണ്ടെങ്കിൽ ടെക്സ്റ്റിൽ ഇതൊന്നും നോട്ട് കൊടുത്തിട്ടില്ല. 2 ഐറ്റം ഉണ്ടെങ്കിൽ കുട്ടികൾ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യുക. നമുക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതല്ലാതെ ചില ക്വസ്റ്റിന് നോട്ട് പ്രിപ്പയർ ചെയ്യുക, ചിലതിന് നോട്ട് പ്രിപ്പയർ ചെയ്യാതിരിക്കുക, അത് വേണ്ട. അപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് 2 കമ്പനികൾക്കും എന്താണ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് നോട്ട് നമ്പർ 1 അത് പ്രിപ്പയർ ചെയ്യുക. അത് പ്രിപ്പയർ ചെയ്ത് അതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് എഴുതുക കേട്ടോ. നോട്ട് എഴുതിയോണ്ട് നോട്ട് നമ്പർ കൂടുതൽ ഇട്ടുകൊണ്ട് നമുക്ക് മാർക്ക് കുറയില്ല, കൂടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്യുക. ദെൻ കറണ്ട് അസറ്റ്സിൽ ഇൻവെൻട്രീസും ട്രേഡ് റിസീവബിൾസും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. 2 ഇൻവെൻട്രീസ് അതുപോലത്തെ 2 കമ്പനികൾക്കുണ്ട്, ട്രേഡ് റിസീവബിൾസും 2 കമ്പനികൾക്കുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ടെക്സ്റ്റ് നോക്കേണ്ട കുട്ടികൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുക. 2ഉം 3ഉം നോട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻവെൻട്രീസിന് 2,10,000, ട്രേഡ് റിസീവബിൾസിന് 1,60,000 കൊടുക്കുക. ഇനി അസറ്റ് സൈഡ് കഴിഞ്ഞു. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യുക, ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 19,70,000 ആണ്. 19,70,000 കിട്ടും. ഡബിൾ ലൈൻ ചെയ്യുക. തൊട്ട് താഴെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇക്വിറ്റി ക്യാപിറ്റൽ എഴുതുക. ഇക്വിറ്റി ക്യാപിറ്റലിന് നിർബന്ധമായിട്ടും ഡിവിഷൻസ് ഒക്കെ എഴുതുന്ന കാരണം കൊണ്ട് തന്നെ അവിടെ എന്ത് പ്രിപ്പയർ ചെയ്യണം, നോട്ട് പ്രിപ്പയർ ചെയ്യണം. അതിന് 2 ഐറ്റംസ് അല്ല, നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, സോറി. ഇക്വിറ്റി ക്യാപിറ്റൽ ഒരു ഐറ്റമാണ്, അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. എന്താണ് 12 lakh നമ്മുടെ ഇക്വിറ്റി ക്യാപിറ്റൽ. നോക്കുക കുട്ടികൾ ആദ്യത്തെ ബാലൻസ് ഷീറ്റിൽ നോക്കുക, 12 lakh അതെടുത്ത് എഴുതുക. അതർ ഇക്വിറ്റി അതിന് നിർബന്ധമായിട്ട് നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യണം, കാരണം ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നതാണ്. അതർ ഇക്വിറ്റി നോട്ട് നമ്പർ 1 തൊട്ട് താഴെ തന്നെ നോട്ട് നമ്പർ 1 കൊടുക്കുക. അതർ ഇക്വിറ്റി എന്നുള്ള ഹെഡിങ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജനറൽ റിസർവ് ആരുടെയാണ്, ശ്രീ ലിമിറ്റഡിൻ്റെ ആദ്യം എഴുതുക. ദെൻ ശ്രീ ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് രണ്ടാമത് എഴുതുക. അപ്പോൾ ആദ്യം നമുക്ക് ജനറൽ റിസർവ് ശ്രീ ലിമിറ്റഡിൻ്റെ ഉണ്ടോ എന്ന് നോക്കുക. എവിടെ നോക്കുക, നോട്ടിൽ നോക്കിയാൽ മതി. ജനറൽ റിസർവ് ഉണ്ട് 2,50,000 അല്ലേ, അത് എഴുതുക. 2,00,000 എഴുതുക. പ്രോഫിറ്റ് ശ്രീ ലിമിറ്റഡിൻ്റെ ഉണ്ട്, എത്രയാണ്, 1,20,000, അത് എഴുതുക രണ്ടാമത്. പിന്നെ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് പോസ്റ്റ് അക്വസിഷൻ, അതായത് നമ്മുടെ എന്താണ് ശ്രീ ലിമിറ്റഡിൻ്റെ തന്നെ പ്രോഫിറ്റ് എന്ന് എഴുതിയാൽ മതി. വേണമെങ്കിൽ അറിയേണ്ടവർക്ക് അല്ലെങ്കിൽ സംശയമുള്ളവർക്ക് പോസ്റ്റ് അക്വസിഷൻ എഴുതാം. എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ് എന്നുള്ള ഹെഡിൽ ശ്രീ ലിമിറ്റഡിൻ്റെ 2/3 എത്രയാണ്, 20,000, അതെടുത്ത് എഴുതുക. മനസ്സിലായല്ലോ. ഇനിയാണ് നമ്മൾ എഴുതേണ്ടത്, ഇതൊരു ഇപ്പോൾ പഠിക്കുന്നൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. അതുകൂടി അവിടെ വേണം. അതർ എക്വിറ്റി എന്ന് പറയുന്ന റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എന്തൊക്കെ വരും, എന്താണ് നമ്മുടെ റിസർവ് വരും, പ്രോഫിറ്റ് വരും, അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവ് എല്ലാം വരും കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ റിസർവ് ആയിട്ടുള്ള ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് പ്രൈസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, 30,000 ആണ്. അതുകൂടി അവിടെ എഴുതുക, ആഡ് ചെയ്യുക. അപ്പോൾ 4,20,000 വരും. അതെന്ത് ചെയ്യുക, അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ 1, 2, 3 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4ാമത്തെ നോട്ട് നമ്പറിൽ 4,20,000 എഴുതുക. 4,20,000 എഴുതുക. ഇനി ഒരു കാര്യം എഴുതാൻ കുട്ടികൾ വിട്ടുപോകും. ബേസിക് ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ നമുക്കൊരു ഐറ്റം വിട്ടുപോകും. അതെന്താണ്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അതും ലയബിലിറ്റി സൈഡിലാണ് വരിക. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് എഴുതേ വേണ്ടൂ. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയാണ്, 1,50,000, 1,50,000, അതെടുത്ത് എഴുതുക. ഇനി കറണ്ട് ലയബിലിറ്റീസ് എഴുതുക. ഇതൊക്കെ നോൺ കറണ്ട് ആയിട്ടാണ്. ഇനി കറണ്ട് ലയബിലിറ്റീസ്, ദാറ്റ് ഈസ് ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസ് 2 ഐറ്റം ഉണ്ടെങ്കിൽ അതിനും നോട്ട് പ്രിപ്പയർ ചെയ്യുക. 2 കൂടി കൂട്ടിയിട്ട് എഴുതുക. എത്രയാണ്, ട്രേഡ് പേയബിൾസ് ഉണ്ട്, 2 ഐറ്റം ഉണ്ട്, 1,50,000 50,000 രൂപയും. അപ്പോൾ അത് 5ാമത്തെ നോട്ടായിട്ട് അത് പ്രിപ്പയർ ചെയ്യുക. 2 lakhs. ഇനി ടോട്ടൽ ചെയ്യുമ്പോൾ 19,70,000 ആണ് കിട്ടുന്നത്. രണ്ടും ഈക്വലായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഇവിടെ അവസാനിക്കും. അപ്പോൾ ഇത്തരം സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കുട്ടികൾ വ്യക്തമായിട്ട് പഠിക്കണം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഗുഡ് വിൽ ആണോ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് ആണോ എന്നെങ്ങനെ മനസ്സിലാക്കും, അതെങ്ങനെ ബാലൻസ് ഷീറ്റിൽ അക്കോമഡേറ്റ് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് കുട്ടികൾ പഠിക്കുക തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്.
വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. താങ്ക് യു വെരി മച്ച്.